ടക്കർ കാൾസൺ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അമേരിക്കയിൽ 9/11 പോലെ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയേക്കാം എന്ന് പറഞ്ഞാൽ 9/11 പോലെ ഫാൾസ് ഫ്ലാഗ് എന്നല്ല അദ്ദേഹം പറയുന്നത്. 9/11 ആ ഗ്രാവിറ്റിയുള്ള ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരാക്രമണം ഇവിടെ നടന്നേക്കാം, അമേരിക്കയിൽ നടന്നേക്കാം. അത് ഇറാൻ്റെ മേൽ വെച്ച് കെട്ടാൻ പറ്റുന്ന ഏതെങ്കിലും നിലക്കുള്ള ഇറാൻ കണക്ഷൻ പറയാവുന്ന സ്വഭാവത്തിലുള്ള ഒരു ഭീകരാക്രമണം ഇസ്രായേൽ നടത്തും. അപ്പോൾ എന്താണ് അമേരിക്ക ഇപ്പോൾ ഹാഫ് ഹേർട്ടഡ് ആയിട്ടാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ, അമേരിക്കൻ പബ്ലിക്കിനെ, ഇപ്പം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് യുദ്ധത്തിലുള്ളൂ, അമേരിക്കൻ പബ്ലിക് യുദ്ധത്തിനെതിരാണ്. അപ്പോൾ അമേരിക്കൻ പബ്ലിക്കിനെ കൂടെ യുദ്ധത്തിൻ്റെ ഭാഗമാക്കുന്ന തരത്തിലുള്ള ഒരു ഭീകരാക്രമണം അമേരിക്കയിൽ നടന്നേക്കാം. അത് ഇറാൻ്റെ തലയിലിടുകയും ഇതിന് സമ്പൂർണ്ണമായി അമേരിക്ക യുദ്ധത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സംഗതി നടന്നേക്കാം എന്നുള്ളതാണ് അതിൽ ഒരു പോയിൻ്റ് അവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷത്തെ ഈ 12 Day വാറിൻ്റെ സമയത്ത് ഒരു ഇസ്രായേലി റബ്ബെ യൂസുഫ് മെഹ്റാച്ചി എന്ന് പറയുന്ന ഒരു റബ്ബെ, ഇസ്രായേലി ജൂയിഷ് പുരോഹിതൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. വളരെ വിവാദമായൊരു പ്രസ്താവന. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്കൂ, ഈ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. അൽ അഖ്സയിൽ പോയി ബോംബിടണം, മിസൈലിടണം, എന്നിട്ട് അത് ഇറാൻ്റെ മിസൈലാണെന്ന് പറയണം. എന്നാൽ ഈ അറബ് രാജ്യങ്ങളൊക്കെ എന്തു ചെയ്യും? ഇറാനെതിരെ തിരിഞ്ഞുകൊള്ളും. കാരണം അൽ അഖ്സ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും വൈകാരിക പ്രാധാന്യമുള്ള, മതപരമായ പ്രാധാന്യമുള്ള ഒരു എന്താ പറയുക, ഒരു ദേവാലയമാണ്, മസ്ജിദാണ്. അപ്പോൾ അൽ അഖ്സയിൽ നമ്മൾ മിസൈലിടണം, അത് ഇറാൻ്റെ തലയിലിടണം. അപ്പോൾ അവന്മാർ തമ്മിൽ അറബികൾ തന്നെ ഇറാനെ അടിച്ചോളും എന്ന് ഈ റബ്ബെ കഴിഞ്ഞ വർഷം ഈ 12 Day വാറിൻ്റെ സമയത്ത് ഒരു പരസ്യ പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഇത്ര നിസ്സാരമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ റിലീജിയസ് സയനിസം പ്രോജക്റ്റിൻ്റെ അതിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് എന്താണുള്ളത്? മസ്ജിദുൽ അഖ്സ തന്നെയാണ്. മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന 3rd ടെമ്പിൾ എന്ന് പറയുന്ന ദേവാലയം പണിയുക എന്നുള്ളതാണ് അവരുടെ, അതിലൂടെയാണ് മെസ്സഹായുടെ സെക്കൻഡ് കമ്മിങ് സാധ്യമാവുകയുള്ളൂ എന്നുള്ളൊരു ഇതുമായിട്ടാണ് നടക്കുന്നത് ഈ പറയുന്ന റിലീജിയസ് സയനിസ്റ്റുകളും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസും, ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകളും. ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ മനസ്സിലാക്കണം. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അവർ ഈ യുദ്ധത്തിന് വലിയ തോതിലുള്ള മതപരമായിട്ടുള്ള കളർ കൊടുക്കുന്നുണ്ട്. അവരുടെ ആ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ പുരോഹിതൻ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ US വാർ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, അയാൾ ഈ വിശ്വാസം പുലർത്തുന്ന ആളാണ്. അയാൾ ഈ യുദ്ധം എന്ന് പറയുന്നത് മെസ്സായുടെ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, ഇത് ക്രുസൈഡാണ് എന്ന് വിചാരിക്കുകയും എന്ന് പറയുകയും ചെയ്യുന്ന ആളാണ്. ക്രുസൈഡിൻ്റെ സിംബലുകൾ സ്വന്തം ദേഹത്ത് ടാറ്റു ചെയ്ത ആളാണ് ഈ മനുഷ്യനെന്ന് മനസ്സിലാക്കണം. ജെറൂസലേമിൽ 2017 ഈ അമേരിക്കൻ എംബസി ടെലവീവിൽ നിന്ന് ജെറൂസലേമിലേക്ക് മാറ്റിയ സംഭവം ഉണ്ടല്ലോ, അത് ഒരു മിറാക്കിളാണ്. ഈ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ മുമ്പായിട്ട്, മെസ്സായുടെ സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പായിട്ട് എന്ത് വേണം? ചില മിറാക്കിൾ സംഭവിക്കണം. ആ മിറാക്കിളുകളിൽ ഒന്നായിട്ട് ഈ എംബസി മാറ്റത്തെ വിശേഷിപ്പിച്ച ആളാണ്. മനസ്സിലായില്ലേ? ഇതൊരു ബിബ്ലിക്കൽ ഓർഡറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന യുദ്ധമാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാണ്. ഈ ക്രുസൈഡുമായി ബന്ധപ്പെട്ടുള്ള ബിബ്ലിക്കൽ സംഗതികൾ ഈ നിരന്തരം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനങ്ങളിലും പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. അതിനിടയിൽ നമ്മളൊക്കെ റിലേറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷം ഈ റബ്ബെ പറഞ്ഞ കാര്യം ഓർക്കുക. ഇത്തവണ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് മസ്ജിദുൽ അഖ്സ പ്രവേശനം നിരോധിച്ചു. 1967 ശേഷം ആദ്യമായിട്ടാണ് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന അവിടെ നിഷേധിക്കപ്പെടുന്നത്. അതും അവസാനത്തെ വെള്ളിയാഴ്ച. ഈ ദിവസം അവിടെ തറാവീഹ് നമസ്കാരം നടക്കുന്നില്ല, റമദാനിൽ നടക്കുന്ന ചടങ്ങുകൾ നടക്കുന്നില്ല, അവിടുത്തെ ഇഫ്താർ നടക്കുന്നില്ല, അവിടുത്തെ സുഹൂർ നടക്കുന്നില്ല. ആ പള്ളി അടഞ്ഞു കിടക്കുകയാണ്. ഇത് അപൂർവമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇത് എഗൈൻ നമ്മൾ മനസ്സിലാക്കണം, മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ വെള്ളിയാഴ്ച അവിടെ നിസ്കാരം മുടങ്ങിയ ഒരേ ഒരു അനുഭവം എന്ന് പറയുന്നത് 67 ശേഷം കോവിഡിൻ്റെ സമയത്ത് മാത്രമാണ്. കോവിഡിൻ്റെ സമയത്ത് നിയമപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, 1969 മസ്ജിദുൽ അഖ്സയ്ക്ക് തീ വെക്കപ്പെടുന്നുണ്ട്. അത് തീ വെക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ്. എന്താണ് റോഹൻ
എന്ന പേരുള്ള ഒരു യങ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഫ്രം ഓസ്ട്രേലിയ. അയാളിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തേർഡ് ടെമ്പിൾ അവിടെ സ്ഥാപിക്കാനുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീവെപ്പ് നടക്കുന്നത്. 69 ഓഗസ്റ്റ് 21 സംഭവിക്കുന്നത്. അത് മുസ്ലിം ലോകത്ത്, അറബ് ലോകത്ത് വലിയ പ്രതിഷേധം, വലിയ തോതിലുള്ള എന്താ പറയുക, വൈകാരികമായ വിക്ഷുബ്ധത സൃഷ്ടിച്ച സംഭവമായിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് 1969 സെപ്റ്റംബർ 25 ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സും റബാത്തിൽ സമ്മേളിച്ച് OICക്ക് രൂപം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ OICയുടെ രൂപീകരണത്തിന് കാരണമായ സംഭവമാണെന്ത്? മസ്ജിദുൽ അഖ്സയുടെ മെമ്പറിന് തീ വെച്ചത്. അതിൻ്റെ പ്രാധാന്യമാണത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഈ റബ്ബൈ പറഞ്ഞതുപോലെ മസ്ജിദുൽ അഖ്സ തകർക്കപ്പെടുകയും അത് കത്തിക്കപ്പെടുകയും അതിൽ നിന്നുള്ള അതിനുള്ള ചാരം ഉപയോഗിച്ച് ആ പ്രദേശം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതോടുകൂടിയ തേർഡ് ടെമ്പിൾ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. ഇവരുടെ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ അവർ പലതരം റിലീജിയസ് ഫാൻറ്റസീസ് കൊണ്ടു നടക്കുന്ന ആളുകളാണ് അവർ. ഈ റിലീജിയസ് ഫാൻറ്റസി പ്രകാരമുള്ള അവരുടെ കാഴ്ചപ്പാടിലുള്ള റിലീജിയസ് ഫാൻറ്റസീസ് അത് അൺഫോൾഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വഴിയൊരുക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഇവരുടെ പ്രചാരണം, ഈ യുദ്ധത്തെക്കുറിച്ചുള്ള പ്രചാരണം. അപ്പോൾ ആ നിലക്കുള്ള ഒരു റിലീജിയസ് ഫാൻറ്റസിയുടെ ഭാഗമായിട്ടുള്ള യുദ്ധം എന്നുള്ള നിലയ്ക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ അതിനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. ആ നിലക്കുള്ള പല സ്വഭാവത്തിലുള്ള വാചകങ്ങൾ പറയുന്നത് ഈ പീറ്റർ ഹെക്സത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ, അയാൾ ഏതാണ്ട് എല്ലാ ദിവസവും മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ചില സൂചനകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുക. ഈ ഇസ്രായേലി റബ്ബയുടെ പ്രസ്താവന, അവിടേക്ക് മിസൈൽ അയക്കൂ, അക്സയിലേക്ക് മിസൈൽ അയക്കുന്ന പ്രസ്താവന, ഈ പള്ളിയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടത്, വെള്ളിയാഴ്ച റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച പോലും അവിടെ ജുമാ നമസ്കാരം തടഞ്ഞത്, ഹെക്സത്തിൻ്റെ പ്രസ്താവനകൾ, ഈ ഫൈനൽ അർമേഡയുടെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത് എന്നുള്ള അവരുടെ തന്നെ മിലിറ്ററി സർക്കിളിൽ നടക്കുന്ന പ്രചാരണങ്ങൾ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദിസ് ഈസ് ഗോന ബിക്കം എ ഡിഫറെൻറ്റ് വാർ എന്നുള്ള നമ്മൾ കണ്ട തരത്തിലുള്ള ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വാർ എന്നുള്ള ഒരു ലെവൽ വിട്ട് വേറൊരു രീതിയിലേക്ക് ഒരു പക്ഷേ ഈ യുദ്ധം നീങ്ങാനുള്ളൊരു സാഹചര്യം ഞാനിപ്പോൾ കാണുന്നത്.